ദൈവവചനം പറയുന്നത്, അന്ത്യകാലത്ത് ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേലും അയക്കും. ആമേൻ. നിങ്ങളുടെ മക്കൾ പ്രവചിക്കും, യവനക്കാര് ദർശനം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ആ വചനത്തെ വിശ്വസിക്കുന്നു? ഈ അന്ത്യകാലം 2000 വർഷം മുന്നേ വന്നു കഴിഞ്ഞു. ആമേൻ. ദൈവം തന്റെ ആത്മാവിനെ ഈ ഭൂമിയിൽ അയച്ചു. ഹല്ലേലൂയ, ആമേൻ. അന്നാണ് സഭ ഉളവായത്. ആമേൻ. അന്ന് അന്ത്യകാലം തുടങ്ങിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നേ, നമ്മളിപ്പോ അന്തിമ നിമിഷത്തിലാണ് നമ്മള് ജീവിക്കുന്നത്. ആമേൻ. യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിന് മുന്നേ, തൊട്ട് മുന്നേ ആണ് ഞാൻ ചിന്തിക്കുന്ന ഈ തലമുറ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നേ, അന്ന് വെളിപ്പെട്ട മഹത്വത്തിന്റെ പല ഇരട്ടി ദൈവ മഹത്വം ഈ അന്തിമ കാലത്ത്, ഈ അന്തിമ നിമിഷങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അന്ന് ചെയ്ത പ്രവൃത്തികളെക്കായിട്ടും പല ഇരട്ടി, ആമേൻ, ദൈവം ഈ കാലത്ത് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. ആമേൻ. ദൈവ പ്രവൃത്തികൾ നമ്മൾ കാണും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഈ തമിഴ്നാട്ടിലും കേരളത്തിന്റെ പ്രദേശത്തും ദൈവം അങ്ങനത്തെ, ആമേൻ, ഒരു വലിയ അഭിഷേകത്തെ ഒഴുക്കട്ടെ, ദൈവസഭയുടെ മേൽ ഒഴുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള, ഇഷ്ടമുള്ള, ചോദിച്ച് ഈ ഗാനം ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും കാഴ്ചക്കാരായി ഇരിക്കാതെ ഈ ഗാനം എന്നോട് കൂടി തമിഴിലും മലയാളത്തിലും കൂടി പാടി നമുക്ക്, ആമേൻ, ഒരു ദൈവത്തോട് ഇത് യാചിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, ആ അന്തിമ, ആമേൻ, ആ നിമിഷം, ആ അഭിഷേകത്തെ കർത്താവേ എൻ്റെ മേലും ഒഴുക്കണമെന്ന് നമുക്ക് യാചിക്കാം. ആമേൻ, ആമേൻ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. കടൈസികാലാഭിഷേകം മാംസമാന യാവർ മേലും, അരുവണയിൽ കാലാമിതേ, തൂയ ആവിയാൽ നിറപ്പിടുമേ. അഗ്നിയായി ഇറങ്ങിടുമേ, അഗ്നിനാവാക അമർത്തിടുമേ, പെരും കാറ്റാർക വീശിടുമേ, ജീവൻ നദിയാക പായിടുമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഞാൻ വിശ്വസിക്കുന്ന ഈ അന്തിമ നിമിഷങ്ങളിൽ ദൈവം ഒരു സൈന്യത്തെ അധികാരത്തോടുകൂടി എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യത്തിന്റെ മീതെ അതിന് അടിമയായി ജീവിക്കുവാനല്ല, പക്ഷേ ദൈവമാതാവിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് സകലത്തിന്റെ മേലും അധികാരം നൽകി. പാപത്താൽ ആ അധികാരം നമ്മൾ നഷ്ടപ്പെട്ട്, പക്ഷെ ക്രിസ്തുവിൽ, ഹല്ലേലൂയ, ആ അധികാരത്തെ ദൈവം നമ്മൾക്ക് തിരിച്ചു തന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ആ അധികാരത്തോടുകൂടി, ആമേൻ, ഒരു സൈന്യം എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഈ ഭൂമിയുടെ മേൽ, ഹല്ലേലൂയ, ശത്രുവിന്റെ മേൽ, ആമേൻ, പിശാചിന്റെ മേൽ, ലോകത്തിന്റെ മേൽ ജയം പ്രാപിച്ച്, ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളാരാന്ന് ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ആമേൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. എളുമ്പുകളിൻ പൈതങ്ങളിൽ ഒരു സീനായി ഞാൻ കാൺകിരേ, അധികാരം തന്നിടുമേ, ദീർഘദർശനം
ഹല്ലേലൂയ. ബൈബിളിൽ എഴുതിയിട്ടില്ല ആഹാബ് വിറച്ചെന്ന്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നേ ആഹാബിന്റെ രഥത്തിന്റെ മുൻപാകെ ഏലിയാവ് അതിന്റെ ഇരട്ടി സ്പീഡിൽ ഓടുന്ന കണ്ടപ്പോൾ ആഹാബ് നടുങ്ങിപ്പോയി കാണും. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചിന്തിച്ചു കാണും. ഹല്ലേലൂയ. അതുപോലെ ആമേൻ ആ കർമേൽ പർവ്വതത്തിൽ ഹല്ലേലൂയ ആമേൻ ആഹാബിന്റെ ആമേൻ ബാലിന്റെ പ്രവാചകന്മാരെ ഓരോന്നോരോന്നായിട്ട് കൊന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആഹാബ് നടുങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നേ ഈ കാലത്ത് സുവിശേഷത്തിന്റെ ശത്രുക്കൾ നടുങ്ങുമാർ, ഹല്ലേലൂയ, വിറയ്ക്കുമാർ, ഹല്ലേലൂയ, ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോകുവാണ്. അത് വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ജപവേളയിൽ ഒരു കൈയളവു മേഘൻ കണ്ടിരേ ആഹാബ് നടങ്ങിനപ്പോൾ അഗ്നിമലയായി പൊനെന്തിടുമേ അഗ്നിയായി ഇറങ്ങിടുമേ അഗ്നിനാവാക അമർന്നിടുമേ പെരും കാറ്റാർക വീസിടുമേ ജീവൻ നദിയാക പായ്ന്നിടുമേ പോലെ ആമേൻ സ്വർഗ്ഗത്തിലേക്ക് ഈ വരികൾ ഉയർത്താം. ആമേൻ. തീ പോലെ ഇറങ്ങണം നമ്മുടെ മേൽ, നമ്മുടെ മക്കൾ